ആക്സസ് 125-ൽ എങ്ങനെ ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം? എല്ലാ വണ്ടിയിലും ഒരേ മെത്തേഡ് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ഓരോ വണ്ടിയുടെ നോക്കി അതനുസരിച്ച് ചെയ്യുക. ഈ വണ്ടിയിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോർക്ക് ഓയിൽ മാറ്റാൻ കാരണമായത് എന്താണെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ലീക്ക് ഉണ്ടായിരുന്നു, ഫോർക്കിൽ നിന്ന് ലീക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഫോർക്ക് ഓയിൽ മാറ്റിയത്. അതുകൊണ്ട് തന്നെ കുറേ പുതിയ കാര്യങ്ങളും നമ്മൾ ഫോർക്ക് ഓയിൽ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു. ആദ്യം ചെയ്യേണ്ട എന്താണ്, വണ്ടിയുടെ ഈ മുന്നിലത്തെ ഈ പ്ലേറ്റ് അത് ഊരിയെടുക്കുക എന്നുള്ളതാണ്. അത് ഊരിയാൽ മാത്രമാണ് ഫോർക്കിലേക്കുള്ള സ്ക്രൂകൾക്ക് നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. അതെ, ഈ ഒരു പാനലാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ വണ്ടിയുടെ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ബർഗ്മാനിൽ നമ്മൾ അത് ഊരേണ്ട ആവശ്യം വന്നായിരുന്നു. വന്നായിരുന്നു. അതിൽ എന്നാലാണ് മഡ് ഗാർഡ് ഊരിയിട്ട് അതിൽ നമ്മൾ അങ്ങനെ ഊരിയിട്ട് തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഈ ഫ്രണ്ടിലത്തെ ഈ പാനൽ നമ്മൾ ഊരണം. അത് ഊരാനായിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ ആക്സസിൻ്റെ കേസിൽ ഫ്രണ്ടിൽ ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇവിടെ 2 പുഷ് ലോക്കാണ് വരുന്നത്. അത് നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ലോക്കും അത് 2 ഊരി വന്ന് ഇതൊന്ന് താഴേക്ക് തള്ളുകയാണ്. താഴേക്ക് തള്ളി കഴിയുമ്പോൾ സുഖമായിട്ട് ഇത് ഊരിപ്പോരും. മഡ് ഗാർഡ് ഊരുന്നതിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വണ്ടിയിൽ സത്യം പറഞ്ഞാൽ മഡ് ഗാർഡ് ഊരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഊരി കഴിഞ്ഞിട്ടാണ് മനസ്സിലായി. അതെ, പക്ഷേ മഡ് ഗാർഡ് ഊരിയതുകൊണ്ട് വേറെ ഗുണം ഉണ്ടായി. ഞങ്ങളുടെ ഇതിൽ ലീക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ലീക്ക് ക്ലീൻ ചെയ്യാനൊക്കെ മഡ് ഗാർഡ് ഊരിയത് കൊണ്ട് സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ബർഗ്മാനിൽ അത് പറ്റത്തില്ല. അതിൽ മഡ് ഗാർഡ് ഊരണം. മഡ് ഗാർഡ് ഊരിയിട്ട് തന്നെയാണ് അതിലേക്ക് ആക്സസ് കിട്ടുള്ളൂ, ആ 4 സ്ക്രൂകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതെ, ഇനി ഇതിൽ മഡ് ഗാർഡ് ഊരുകയാണെങ്കിൽ തന്നെ ഇതിൽ ഞങ്ങൾ കുറച്ച് കളിക്കേണ്ടി വന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ 2 ചെറിയ നട്ട് വരുന്നുണ്ട്. അല്ല, ഒരെണ്ണം അല്ലേ ഉള്ളൂ. ഉള്ളിൽ ഒരെണ്ണം, സൈഡിൽ 2 ഉണ്ടായിരുന്നു. അങ്ങനെയാണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ നടുവിലായിട്ട് ഒരു ബോൾട്ട് വരുന്നുണ്ട്, ചെറിയ ബോൾട്ടാണ്. അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ 2 LN കീ ബോൾട്ട് കാണാൻ പറ്റും. എൻ്റെ പൊന്നോ, ഈ സാധനം ഊരാൻ വേണ്ടി കുറേ തെറി വിളിക്കേണ്ടി. ഒരെണ്ണം നല്ല മെനക്കെട്ടിട്ടാണ് ഊരി. ഒന്നല്ല, 2ഉം ഇതിൻ്റെ ഉള്ളിൽ ഇത് എക്സ്പോസ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെളിയും മണ്ണും എല്ലാം അടിഞ്ഞിട്ട് സ്ക്രൂവിൻ്റെ ബാക്ക് സൈഡ് തുരുമ്പിച്ചായിരുന്നു. അത് ഇട്ടാച്ചിരി മെനക്കെട്ടും. അപ്പോൾ അവസാനം നമ്മൾ പ്ലെയർ ഇട്ട് പിടിച്ച് അതെ മൊത്തം കുറച്ച് പോറലൊക്കെ വരുത്തിച്ചു. എന്നിട്ടാണ് അത് ഊരി എടുത്തത്. അപ്പോൾ അത് ഊരുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബോൾട്ടും കൂടെ വരുന്നുണ്ട്. അത് ഊരണമെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ടയർ ഊരണം. ടയർ ഫോർക്ക് ഊരണമെങ്കിൽ എന്തായാലും ടയർ ഊരി മാറ്റണം. അപ്പോൾ ടയറും കൂടെ ഊരി മാറ്റിയതിന് ശേഷമാണ് നമുക്ക് മുമ്പ് ടയർ ഊരി മാറ്റിയിട്ട് ആ ഫോർക്ക് നമുക്ക് ഊരിയെടുക്കാൻ പറ്റിയത്.
അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രേൻ്റെ ബോൾട്ടാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്? ഈ ഫോർക്ക് ടൈറ്റ് ചെയ്ത് 4 ബോൾട്ട് ഉണ്ട്, 2 വശത്തും 2 12 mm 14 mm അതെ, അതിൻ്റെ ഹെക്സ് ബോൾട്ടാണ് വരുന്നത്. അത് വെച്ച് നമ്മളത് തുറന്നു കഴിഞ്ഞാൽ സ്ക്രൂ ലൂസാക്കിയാൽ മാത്രം പോരാ, സ്ക്രൂ മൊത്തത്തിൽ ഊരിയെടുക്കണം. എന്നാൽ മാത്രമേ ഫോർക്കിനകത്ത് ഒരു ചെറിയൊരു വെട്ടുണ്ട്, അതിനകത്ത് ഈ സ്ക്രൂ കുടുങ്ങിയിരുന്നിട്ട് അങ്ങനെയാണ് ഈ ഫോർക്ക് അതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് ഫോർക്ക് ഡിസസംബിൾ ചെയ്തതാണ്. അതിലും ഇപ്പം ഞങ്ങൾ ബർഗ്മാനിലും കൂടെ മാറ്റിയതിൻ്റെ അനുഭവത്തിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അതിൻ്റെ മേളത്തെ സീല് രണ്ട് ടൈപ്പാണ്. അതായത് മേലെ വരുന്ന അതിൻ്റെ നട്ട്, ഇതിനെ അടച്ച് ലോക്ക് ചെയ്യുന്ന ടോപ്പ് എന്തായിരുന്നു, ടോപ്പ് കവറോ ടോപ്പ് എന്തോ സാധനം അതിന് പറയുന്നത്, എന്തായാലും ആ നട്ട്, ആ ഫോർക്കിൻ്റെ മേലെ വരുന്ന നട്ട് രണ്ടിനും 2 രീതിയിലാണുള്ളത്. ഇതിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഈ വണ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പുഷ് സിസ്റ്റാണ് വരുന്നത്. അതായത് ഫിസിക്കലായിട്ടുള്ളൊരു നട്ടിട്ട് നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിനെ ഉള്ളിലേക്ക് ഞെക്കി പിടിച്ചിട്ട് അതിനകത്തൊരു ലോക്ക് പിന്നെന്ന് അതിൻ്റെ എന്താ പറയാ, ഒരു റൗണ്ടിലുള്ള ഒരു ലോക്ക്, ഒരു ഹാഫ് റൗണ്ട് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം മൊത്തത്തിൽ പോരും. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ എവിടെയാണ് നമ്മൾ പണി വെട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലത്തെ നട്ടൂരാണ്. കാരണം ഇതിൻ്റെ ഈ എല്ലാ സാധനങ്ങളും പിടിച്ച് നിർത്തിയിരിക്കുന്നത് അടിയിലൊരു നട്ട് ടൈറ്റ് ചെയ്തിട്ടാണ്. ആ നട്ട് ഊരാൻ വേണ്ടി കുറച്ച് കളിക്കേണ്ടി വന്നു. ഞങ്ങൾ ആ ഓയിൽ സീൽ ഊരാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരു തുണി നമ്മൾ സൈഡിൽ വെച്ചിട്ട് അടിച്ച് പൊക്കുകയാണ് ചെയ്തത്. കുറച്ച് മെനക്കെട്ട്, കാരണം കുറേ കാലമായിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ലായിരുന്നു, കട്ടിയായിരുന്നു. അതെ, അതുകൊണ്ട് കുറച്ച് മെനക്കെട്ട്, എന്നാലും അടിച്ച് അത് ഊരി പോകുന്നു സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തം എന്ത് വെച്ചാൽ ക്ലീൻ ചെയ്തത്? ബ്രേക്ക് ക്ലീനർ വെച്ചാൽ ക്ലീൻ ചെയ്തത്. അതെ, ബ്രേക്ക് ക്ലീനർ വെച്ചാണ് നമ്മൾ മൊത്തം എല്ലാ സാധനവും അത് വെച്ച് അടിച്ച് ഓയിലെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി നമ്മൾ തുടച്ച് എല്ലാം ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു.
പിന്നെ അടുത്തിരുന്ന നമ്മൾ ഓയിൽ സീൽ ഇടലായിരുന്നു. പുതിയ ഓയിൽ സീൽ ഇടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വെച്ച് അടിച്ച് നമ്മളതിൽ ഒരു റബ്ബർ മാലറ്റ് വെച്ച് കുറച്ച് നേരം അടിച്ച് വന്നിട്ട് അത് മുഴുവൻ കയറാനായിട്ട് പഴയ ഓയിൽ സീൽ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ശരിക്കും അടിച്ച് ഉള്ളിലോട്ട് ആക്കുകയാണ് ചെയ്തത്. പിന്നെ അത് വലിയ മെനക്കേടുള്ള പരിപാടിയാണ്. പിന്നെ അതിൽ അത് അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചെറിയ സ്പ്രിങ് ഉണ്ട്, അത് ചാടി പോകാണ്ട് നോക്കണം. ഓയിൽ സീലിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിലും ബാക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട്, ചെറിയ ചാടി പോകാണ്ട് നോക്കണം. അതെ, 2-3 ചാടി പോയായിരുന്നു. പുതിയതിൻ്റെ എന്നിട്ട് ഇതിൽ അടിക്കുന്നതിനിടയിൽ ചാടി പുറത്ത് വന്നിട്ട് ചളുങ്ങി പോയിട്ട് പഴയതിൻ്റെ നമ്മൾ ചെയ്തത്. പിന്നെ അതുമല്ല അതിന് ഒരു ഇടുന്നതിനൊരു പൊസിഷൻ ഉണ്ട്, അത് സാധനം മേലേം താഴെ എന്നുള്ളത് ഉണ്ട്. ഉണ്ട് മേളിൽ ചെറിയ സ്പ്രിങ്ങും താഴെ വലുതുമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓഹോ, ഓക്കെ. അതിന് അങ്ങനെ അത് നമ്മൾ എടുക്കുമ്പോൾ അറിയാം. എന്തായാലും നമ്മൾ സാധനം ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ, കാരണം ഇത് ഫോർക്ക് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പഴയ ഓയിൽ ഉപയോഗിക്കാനേ പാടില്ല, പുതിയത് തന്നെ വെച്ചോളുക. ഓയിൽ ഒഴിച്ചു. അതെ, നമ്മൾ മോട്യൂളിൻ്റെ 20W ആണ് നമ്മൾ ഇട്ടത്. ശരിക്കും 15W ആണ് ഇതിൽ വരുന്നത്. പക്ഷേ 20 ഒഴിച്ചെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു 20 ഇടുന്നതാണ് നല്ലത്. കാരണം നമ്മളത് കുറച്ചും കൂടെ നമ്മളത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് സസ്പെൻഷന്റെ ഫീല് കുറച്ചും കൂടെ മെച്ചപ്പെട്ട പോലെ തോന്നി. നമ്മുടെ കംപ്രഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയ പോലെ തോന്നി. അതെ, വെയിറ്റ് എന്ന് വെച്ച് വലിയൊരു മാറ്റമായിട്ട് അതിനെ കാണാൻ പറ്റൂല. അതെ, ഈ സ്കൂട്ടറുകളുടെ ഷോക്ക് വെച്ച് നോക്കുമ്പോൾ പിന്നെ അതുമല്ല ഈ 15W സ്കൂട്ടറിന് പറ്റിയ ഓയിൽ കിട്ടാനും ഭയങ്കര പാടാണ്. ഞങ്ങൾ കുറേ അന്വേഷിച്ചു, എല്ലായിടത്തും 20 ഉള്ളൂ. അപ്പോൾ അത് മോട്യൂളിൻ്റെ 200 ml അല്ല 160 ml ആണ് നമ്മൾ വാങ്ങിച്ചത്. 175 ml ആണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിന് ഒരു ഫോർക്കിന് വരുന്നത് 60 ആണോ അല്ല 82. അത് അതിനകത്തായിരുന്നില്ലേ? അതിൽ 88. ഓക്കെ, അപ്പോൾ 82. ബർഗ്മാനിൽ 88 ആണ് വരുന്നത്. ഇതിൽ 82 ആണ് നമ്മൾ ഒഴിച്ചത്. 82 ആണ് ഒരു ലെഗിന് വരുന്നത്. അങ്ങനെ 2 ലെഗിൽ ഒഴിച്ചു. പിന്നെ ഫോർക്ക് സീലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ OEM അല്ല, നമ്മൾ ആ OEM അന്വേഷിച്ച് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിൽ പല മോഡലിനും പല ഇതാണ് വരുന്നത്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് ഹീറോ സ്പ്ലെൻഡറിന് വരുന്ന ഹീറോയുടെ ഇതാണ് വാങ്ങിച്ചത്. കറക്റ്റ് ഡയറക്റ്റ് ഫിറ്റ് ആണ്. എല്ലാം പല പാർട്സും ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്, അത് വലിയ വിഷയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 82 ml ആണ് 2 വശത്ത് ഒഴിച്ചത്. അത് ഒഴിക്കുന്നതിന് അപ്പോൾ തന്നെ പ്രത്യേക രീതിയിലാണല്ലോ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊക്കുകയും താത്തുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അതതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ചെയ്തു എന്നുള്ളൂ. മറ്റേ അതിൻ്റെ പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും ആക്കിയെന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ചെയ്ത് നമ്മൾ എങ്ങനെ ഊരും അതേപോലെ തന്നെ സാധനം ടോപ്പിലത്തെ സാധനം വെച്ചു ഞെക്കി താത്താനാണ്. അത് ഇടാനായിട്ട് കുറച്ച് മെനക്കുകളാണ്. ഒന്ന് ഒരു സൈഡ് ഞെക്കി ആ സാധനം ഇങ്ങനെ ഒരു റാ പോലെ ഇരിക്കുന്നതുകൊണ്ട് അതൊന്ന് ഞെക്കി അന്ന് അമർത്തിയിട്ട് ഒരു സൈഡ് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡ് ഇടുന്നതായിരിക്കും നല്ലത്.
ഈ പണിക്ക് എന്തായാലും 2 പേര് വേണമല്ലേ? കാരണം ഇതൊന്നും ഒരാൾ വേണം, അത് കുത്തിപ്പിടിക്കാൻ ഒരാൾ, അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ വൈസ് ഗ്രിപ്പ് എന്തെങ്കിലും വേണം, ആ സാധനത്തിൽ ഈ സാധനം പിടിച്ചു വെക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ എന്തായാലും ഒരാളുടെ കൈയും കൂടെ എന്തായാലും ആവശ്യം, അതുള്ളത് നല്ലതാണ്. നമ്മൾ അത് നേരെ തിരിച്ചിട്ടു. സംഭവം എങ്ങനെ എടുത്തോ അതേപോലെ ഇവിടെ ക്ലീൻ ചെയ്യാൻ കുറച്ചുണ്ടായിരുന്നു. കാരണം ബ്രേക്ക് ക്ലീനറൊക്കെ അടിച്ച് നമ്മൾ നല്ല വൃത്തിയാക്കി അവിടെ പുത്തൻ എങ്ങനെയായിരുന്നു അതേപോലെ നല്ല ഒരു ഓയിലായിട്ട് ചെളി പിടിച്ചിരുന്നോണ്ട് പെയിന്റിനൊന്നും വലിയ കുഴപ്പമില്ല, കോട്ടിംഗ് ആയിട്ടിരിക്കും. അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം എങ്ങനെ തിരിച്ചിട്ടോ അതേപോലെ തന്നെ, എങ്ങനെ എടുത്തോ അതേപോലെ തന്നെ തിരിച്ചിട്ടു. പിന്നെ നമ്മൾ ടോർക്ക് സ്പെക്ക് ചെയ്തിട്ടാണ് സാധനം തിരിച്ചു കയറ്റിയത്. എത്രയായിരുന്നു? 25 26 ന്യൂട്ടൺ മീറ്റേഴ്സിലാണ്. അതിലാണ് നമ്മൾ ടോർക്ക് ചെയ്ത് സാധനം തിരിച്ചു കയറ്റിയത്. അതേപോലെ ഈ ആക്സിൽ നട്ട് നമ്മൾ ടയർ റീഫിറ്റ് ചെയ്തപ്പോൾ ആക്സിൽ നട്ട് 65 അല്ലേ? 65 അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ലീക്കിൻ്റെ പ്രശ്നം ഫിക്സ് ചെയ്തതിൻ്റെ കാര്യം പറയണ്ടേ. അതിൽ നമ്മൾ പുതിയ കാര്യം പഠിക്കുകയും ചെയ്തു. ഓയിൽ സീലാണ് ലീക്ക് എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതെ, അതായത് ഇത് മേലെ ആയിരുന്നു ഇതിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നത്. വലത്തെ വശത്തേനല്ലേ ലീക്ക് വന്നത് അല്ലേ? വലത്തെ വശത്തേന് ലീക്ക് വന്നു, മേലെ ആയിരുന്നു ഫുൾ ഓയിലായിരുന്നു, ഓയിലിൻ്റെ മയമായിരുന്നു. നമ്മൾ വിചാരിച്ചത് സീൽ കൂടെ ചാടിയതാണെന്നാണ് വിചാരിച്ചത്. അതെ, എന്നിട്ട് ഞങ്ങൾ സീലൊക്കെ മാറ്റി തിരിച്ചിട്ടപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോണ്ട് ഇടത്തെ സൈഡിൽ ലീക്ക് മേലേന്ന്. അപ്പോഴാണ് കാര്യം കത്തിയത്. ഇതിൻ്റെ ഈ ടോപ്പിലത്തെ ആ ഒരു പീസിൻ്റെ അകത്ത് ഒരു ഓറിങ് വരുന്നുണ്ട്, വാഷർ പോലെ ഒരു ഓറിങ്ങാണ് വരുന്നുണ്ട്. ഞങ്ങളത് ഊരി നോക്കി, പിന്നെ ഇത് എല്ലാം തിരിച്ചഴിച്ചിട്ട് ഊരി നോക്കി. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. ആ സാധനം ഞെങ്ങിയിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുകയാണ്, മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ്പാണ്. പക്ഷേ ഈ സാധനം ഞെക്കുമ്പോൾ ഈ കംപ്രഷൻ നടക്കുമ്പോൾ അവിടെ സീലുണ്ടാവണം ഇതിന്. പക്ഷേ ഈ സംഭവം എന്താണെന്ന് പറയുന്നത്, ഇതിൽ സീലില്ല. അതെ, ഓറിങ് ഞെങ്ങി അമർന്ന് പോയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഓയിൽ കംപ്രഷൻ്റെ സമയത്ത് ഓയിൽ പുറത്തേക്ക് ലീക്ക് ചെയ്ത് വരുന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇതെന്തായിരുന്നു പറഞ്ഞാൽ വലതുവശത്തുണ്ടായിരുന്ന സാധനം എങ്ങനെ പെട്ടെന്ന് ഇടതുവശത്തായെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഈ സാധനത്തിനായിരിക്കും ഈ പ്രശ്നം. എന്നാലും സംഭവം അവസാനം കണ്ടുപിടിച്ചു. ഞങ്ങൾ ആ 5 രൂപയുടെ സാധനം അല്ലേ, 5-10 5 രൂപയുടെ സാധനം ഏത് ഹാർഡ്വെയർ സ്റ്റോറിൽ പോയി സാധനം ഊരിക്കൊണ്ട് പോയി കാണിച്ചാൽ മതി, അവരവിടെ നിന്ന് തന്നു. അവിടെ ഉണ്ടായിരുന്നു വാഷർ 2 ഞങ്ങൾ 2-3 എക്സ്ട്രാ വാങ്ങി വെച്ചു. അതെ, സാധനം ഇട്ടു, ഒരു കുഴപ്പമില്ല. അത് ഇട്ടപ്പോൾ തന്നെ വ്യത്യാസം ഉണ്ടായി. തിരിച്ചു കയറ്റാൻ ഭയങ്കര ടൈറ്റായി, കാരണം സാധനം പുറത്തോട്ട് തള്ളി ഇരുന്നിട്ട് കയറ്റാൻ പാടായിരുന്നു അല്ലേ. അപ്പോൾ സാധനം ഇട്ടു. ഞങ്ങൾ ഒരു സൈഡിൽ മാത്രമല്ല അപ്പുറത്തെ സൈഡിലിട്ടു, കാരണം ഇപ്പുറത്തെ സൈഡിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പുറം എന്താണേലും വരും. അതെ, 2 സൈഡിലും മാറ്റി. രണ്ടിടത്തോടെ നല്ല കയറ്റുമ്പോൾ ഇച്ചിരി ഇതുണ്ടായിരുന്നു, പിടുത്തം ഉണ്ടായിരുന്നു, വാക്യൂം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ അതാണ് ഇത് ഓയിൽ സീൽ, അതായത് ഫോർക്കിന് ലീക്കുള്ള ആൾക്കാർ മേളിൽ നിന്നാണ് ലീക്ക് വരുന്നതെങ്കിൽ ഈ ഓറിങ് ആയിരിക്കും, സീല് മാറ്റേണ്ട ആവശ്യമില്ല. അതെ, സീലിന് എപ്പോഴാണ് ലീക്ക് വരുന്നത് അത് അടിയിൽ നിന്നായിരിക്കും, അതിൻ്റെ ഇത് ആ നടുവിൽ നിന്ന് താഴേക്കായിരിക്കും വലിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെയാണെങ്കിൽ ഈ ഓറിങ്ങിനാണ് പ്രശ്നം. അതെ, അപ്പോൾ പക്ഷെ നമ്മളെന്തായാലും ഇത് 35,000 കിലോമീറ്ററിന് മേലെ ഈ വണ്ടി ഇപ്പോൾ ഓടി. അതുകൊണ്ട് എന്തായാലും ഓയിൽ സീൽ മാറിയത് കൊണ്ട് കുഴപ്പമില്ല, കാരണം ഭാവിയിൽ എന്തായാലും ഇത് പോകും. ഇനിയിപ്പോൾ എന്തായാലും ഒരു 10-20,000 കിലോമീറ്ററോളം നോക്കേണ്ട കാര്യമില്ല. അതെ, സുഖമായിട്ട് ഓടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ വണ്ടിയിൽ ഫോർക്ക് ഓയിൽ മാറ്റുന്നത് കുറച്ച് ടൂൾസും കുറച്ച് ക്ഷമയും ഒരാളും കൂടെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സുഖമായിട്ട് മാറ്റാൻ പറ്റും. ഇത് ടെലിസ്കോപ്പിക് ഫോർക്കുള്ള വണ്ടികളുടെ കാര്യമാണ് പറയുന്നത്. എല്ലാ വണ്ടിക്കും ഇതില്ല. നമ്മുടെ ആക്റ്റീവൊക്കെയാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, സൈഡിൽ 2 ബോൾട്ട് ഉണ്ട്, ഊരിയെടുക്കുക, അടുത്ത് കയറ്റുക. ഇതിന് ഓയിൽ മാറ്റണ്ടേ, അങ്ങനത്തെ ഇതില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി ഇതേപോലെ തന്നെ വീണ്ടും ബർഗ്മാൻ്റെ കാര്യം പറഞ്ഞു. ബർഗ്മാനിൽ കുറച്ചും കൂടെ പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.